ഹലോ ഗൈസ്, എല്ലാവരും സേഫായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇന്ന് മഴ കുറച്ച് കുറവുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. കാശിക്കുട്ടൻ അവൻ്റെ അച്ഛനെ കുറച്ച് നാളിന് ശേഷമാണ് കാണുന്നത്. അതിൻ്റെ കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങളീ കണ്ടുവരുന്നത് കേട്ടോ. പിന്നെ അവൻ കുറച്ച് അച്ഛൻ്റെ കൂടെ കുശലാന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി വരുന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സും കാശിക്ക് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് കാശി അച്ഛൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഏകദേശം ലഞ്ചിൻ്റെ സമയപ്പോഴാണ് പുള്ളി എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബിരിയാണിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാശി അച്ഛൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞത് ബിരിയാണി വേണമെന്നുള്ളത്. അങ്ങനെ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു. ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അത് സെർവ് ചെയ്ത് എല്ലാവരും കഴിക്കണം. അതാണ് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുള്ളത്. കാശി അപ്പോൾ പ്ലേറ്റൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് അവൻ ഇൻ ബിറ്റ്വീൻ ഞാൻ സ്നാക്സ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ചോറൊന്നും കഴിക്കില്ല. അപ്പോൾ അവൻ തന്നെ കഴിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ വേഗത്തിൽ ചോറൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ലഞ്ച് കഴിച്ചോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്താ നിങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അവൻ വൈകുന്നേരത്തിലുള്ള ഉറക്കം പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മമ്മയുടെ പിന്നാലെ ഇങ്ങനെ നടന്നോളും. അങ്ങനെ അമ്മമ്മയുടെ കൂടെ ഒരു ചൂലൊക്കെ വാങ്ങിച്ചിട്ട് അവൻ അടിച്ച് വരികയാണ്. ഗെയ്സ്, നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? പിന്നെ മഴ ഇന്ന് കുറച്ച് കുറവായതുകൊണ്ട് അവന് കുറച്ച് പറമ്പിലൊക്കെ കളിക്കാൻ പറ്റുന്നൊരു അവസരമാണല്ലോ. അത് അവൻ ഒട്ടും കളയാറില്ല. അങ്ങനെ അമ്മയുടെ കൂടെ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ കളിച്ച് കുറച്ച് സമയം അങ്ങനെ അങ്ങ് സ്പെൻഡ് ചെയ്തു. പിന്നെ നാട്ടിൽ വരുമ്പോഴാണ് എനിക്ക് ശരിക്കും ഇങ്ങനെ എന്താ പറയുക, നാട്ടിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ കാണാനും അത് ആസ്വദിക്കാനും പറ്റുക. പൊതുവേ ഇപ്പം ഇതൊന്നും ചെടികളൊന്നും നനക്കേണ്ട ആവശ്യമില്ല. കാരണം മഴയായതുകൊണ്ട് നമ്മളതിന് സെപ്പറേറ്റ് ആയിട്ട് ടൈം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ അമ്മേൻ്റെ പൂന്തോട്ടത്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എല്ലാം അമ്മ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ മഴ വന്നപ്പോൾ കുറേയൊക്കെ പോയി എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ആദ്യം ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കാശി വരുന്ന സമയത്ത് കാശി ഇതൊക്കെ ഇങ്ങനെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അവനിങ്ങനെ കളർഫുൾ ചെടികളൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാനും അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാനൊക്കെ. ഇപ്പോൾ മഴ ആയതുകൊണ്ട് അതിനുള്ള അവസരം അവന് കിട്ടുന്നില്ല. അപ്പോൾ അവനില്ലാത്ത സമയത്താണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. എനിക്കിതിങ്ങനെ നാട്ടിൻ പുറത്തുള്ള ചെടികളും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് അവിടെ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ അതിന് ശേഷം ചേട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും വേഗം ചായ കുടിക്കാൻ പോയി. പിന്നെ മൂത്തച്ഛനും കാശിയും തമ്മിലുള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ് ഇതെന്ന് പറഞ്ഞിട്ടുള്ളത്. മൂത്തച്ഛൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെയും ഫുഡൊക്കെ അത്യാവശ്യം കഴിക്കും. അതുകൊണ്ട് മൂത്തച്ഛനും കാശിയും കൂടെ കുറച്ച് ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിക്കുകയാണ്. കാരണം ഏകദേശം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടനും പിന്നെ കാശിക്കൊരു മുട്ട കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ സ്നാക്സൊക്കെ ആയിട്ട് വേഗത്തിൽ കഴിക്കുക. പിന്നെ ഇവർ രണ്ടുപേരും ഇറങ്ങാറായി. അവർക്ക് കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ ഇറങ്ങാറായി. ഇറങ്ങുമ്പോഴുള്ള സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാശി പൊതുവേ അവൻ്റെ മൂത്ത പോകുമ്പം ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഇന്ന് എങ്ങനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവരെ ഇറങ്ങാമെന്നാണ് കേട്ടോ. അപ്പോൾ കാശിക്ക് മിക്സറൊക്കെ കൈ കൊടുത്തിട്ടാണുള്ളത്. അവനൊന്ന് ആ ഒരു മൈൻഡിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും വേഗം ഇറങ്ങി കേട്ടോ. പിന്നെ ഈവനിങ് ആവാറായി നിന്നപ്പോൾ കാശിക്കുട്ടന് ചെറിയൊരു പനിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈവനിങ് കഞ്ഞിയായിരുന്നു അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഞ്ഞിയൊക്കെ കൊടുത്ത് കുറച്ച് ബഹളങ്ങളുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ കഞ്ഞിയൊക്കെ കുടിച്ചു. അതിൻ്റെ പകുതിയെ കുടിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.